ഈ പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം കൂടുന്നതോടുകൂടി തീർച്ചയായും രാജ്യത്തിലും നിരവധി BJP എംപിമാർ നിറയുന്നൊരു കാഴ്ച വരും. തീർച്ചയായും അതോടുകൂടി മറ്റ് കക്ഷികൾക്കൊന്നും ഒരിക്കൽ പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലേക്ക് രാജ്യഭരണം BJPയുടെ കൈകളിലേക്ക് സുരക്ഷിതമാവും എന്നാണ് BJP കരുതിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വളരെ വ്യക്തമായൊരു പ്ലാനാണ് ഇപ്പം നടപ്പിലാക്കുന്നത്. ഇത് രാജ്യത്താകമാനം വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് നമ്മൾ കാണണം. പിന്നെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതോടുകൂടി സംഭവിക്കാം 850 വർദ്ധിപ്പിക്കുന്നതോടുകൂടി മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ എന്നുള്ള പേര് പൂർണ്ണമായും മാറ്റുകയും ഭാരതം എന്നുള്ള പേരിലേക്ക് മാറുകയും ചെയ്യും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അവർ പറയുന്നത് ഒറ്റ ഇന്ത്യ ഒറ്റ ഇലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ ഇന്ത്യ ഒറ്റ ഭരണം എന്ന് പറയുന്നതിന് പകരമായി പറയുന്നതാണ്. അത് തീർച്ചയായും അതിലേക്കുള്ള യാത്രയാണ് ഈ ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത ഇലക്ഷനോട് കൂടിയാണ് 850 സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത തവണ വരാൻ പോകുന്നത്. അതിലൂടെ ലക്ഷ്യമിടുന്നത് നെക്സ്റ്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യയിൽ ഒരിക്കൽ പോലും തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് സ്ഥിതിഗതികൾ മാറും, ഏകാധിപത്യം മാത്രമായി മാറും എന്നാണ് നമ്മളിൽ കാണേണ്ടത്. നമസ്കാരം. ഇന്ന് വളരെ നിർണായകമായൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുകയാണ്. രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 850 ആക്കുമ്പോൾ ഏകദേശം ഇരട്ടിയോളം വലിയൊരു മാറ്റം. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് BJP സർക്കാർ ഇതിൻ്റെ പണിപ്പുരയിലുമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്രയും വലിയൊരു മാറ്റം വരുമ്പോൾ ഇപ്പം സംസ്ഥാനങ്ങളുടെ എണ്ണം കൂടും, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ആനുപാതികമായിട്ട് കൂടും. അപ്പോൾ ഇങ്ങനെ വലിയൊരു മാറ്റം വരുമ്പോൾ നമുക്കറിയാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കായിരിക്കും സ്വാഭാവികമായിട്ടും സീറ്റുകൾ കൂടുതൽ കിട്ടാൻ പോകുന്നത്. BJPക്ക് ഭാവിയിൽ വലിയ രീതിയിൽ ഒരു നേട്ടമുണ്ടാകാൻ പോകുന്ന, നമുക്കിതിൻ്റെ പൊളിറ്റിക്കൽ വശം നോക്കുമ്പോൾ BJPക്ക് വലിയൊരു നേട്ടം ഉണ്ടാവും. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ അവസാനം കൂടി ആവില്ലേ ഇങ്ങനൊരു മാറ്റം? ഇത് കുറച്ചു കാലമായിട്ട് കേന്ദ്ര സർക്കാർ BJPക്ക് എല്ലാ കാലത്തേക്കും ഇന്ത്യയുടെ ഭരണം ലഭിക്കുന്ന രീതിയിലുള്ള ചില നിയമ നിർമ്മാണങ്ങളിലായിരുന്നു, അല്ല അതിനുള്ള ശ്രമത്തിലായിരുന്നു. നേരത്തെ തന്നെ RSS ഇതിനു വേണ്ടിയിട്ടുള്ള കളമൊരുക്കുന്ന കാഴ്ചയും നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഈ ഒറ്റ രാജ്യം ഒറ്റ ഇലക്ഷൻ എന്ന മുദ്രാവാക്യവും ഒപ്പം തന്നെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള, ഇപ്പം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ സീറ്റുകൾ നേരത്തെ ഉള്ളതിന് നേരെ ഇരട്ടി സീറ്റുകൾ വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ വളരെ വ്യക്തമായിരുന്നു പാർലമെൻറ്റ് അംഗങ്ങളുടെ സീറ്റ് വർദ്ധിപ്പിക്കാൻ പോവുകയാണെന്ന്. ഈ ചർച്ച കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജനസംഖ്യാനുപാതികമായിട്ടുള്ള പുതിയ മണ്ഡല മാറ്റങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കണമെന്നും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ഏതാണ്ട് 850ഓളം സീറ്റുകൾ വരെ 900 സീറ്റ് വരെ വർദ്ധിച്ചേക്കാമെന്നായിരുന്നു ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതിന് വളരെ വ്യക്തത വന്നിരിക്കുന്നു. 815 സീറ്റുകൾ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും 35 സീറ്റുമായിട്ട് 850 സീറ്റുകൾ. അതിൻ്റെ ഒരു മറയായിട്ട് അവർ സർക്കാർ കാണിച്ചിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ക്ലവർലി ആയിട്ടുള്ള നീക്കമുണ്ട്. കാരണം അത് വനിതാ ബില്ല് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനിതകൾക്ക് സംവരണ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു നിലപാട്. കാരണം 543 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. ആ സീറ്റിൽ തന്നെ വനിതാ സംവരണങ്ങൾ നടപ്പിലാക്കുന്നതിന് പകരം വളരെ തന്ത്രപരമായി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. ഇത് വളരെ തന്ത്രപൂർവമായ ഒരു നീക്കമാണെന്ന് ഞാൻ പറയാൻ കാരണം ഈ ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റുകളിൽ ജനസംഖ്യ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് പോലും വർദ്ധിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് സ്റ്റാലിൻ വളരെ വ്യക്തമായും വളരെ ശക്തമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ടെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്ന് പിണറായി വിജയൻ. സോണിയാഗാന്ധി വനിതാ ബില്ലിന് തന്നെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് തന്നിരുന്നു. വനിതാ ബില്ല് എല്ലാവരുടെ ലക്ഷ്യം തീർച്ചയായും വളരെ പുനഃസംഘടന, അതായത് സീറ്റുകളുടെ പുനഃസംഘടന നടത്തി എല്ലാ കാലത്തേക്കും അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള വളരെ കൃത്യമായ പ്ലാൻഡ് ആയിട്ടുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെ കൃത്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മോദി എന്തെങ്കിലും ഒരു പരിഷ്കാരം നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇപ്പം ഈ ബീഹാറിൽ വളരെ കൃത്യമായി നിതീഷിൻ്റെ യുഗം ഇന്ന് അവസാനിച്ച ദിവസം കൂടിയാണ്. നിതീഷിൻ്റെ യുഗം അവസാനിക്കുകയും
ബീഹാറിൽ ഒരു BJP സർക്കാർ അല്ലെങ്കിൽ BJP മുഖ്യമന്ത്രി ഉണ്ടാവുകയും ചെയ്ത ദിവസം കൂടിയാണ്. അതെ, അങ്ങനെ പല സ്റ്റേറ്റുകളിലും BJPയുടെ ആധിപത്യം പല രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരം ഒരു തീരുമാനം കൂടി പ്രഖ്യാപിക്കുന്നതോടൊപ്പം രാജ്യത്ത് എന്താണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമാണ്. BJP രാജ് നടപ്പിലാക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ഇനി ഒരു ഒറ്റ ഇലക്ഷൻ, ഒറ്റ രാജ്യം ഒറ്റ ഇലക്ഷൻ എന്നുള്ള പ്രഖ്യാപനം തന്നെ പല സ്റ്റേറ്റുകളിലും ഒറ്റ സമയത്ത് ഇലക്ഷൻ നടത്തിക്കൊണ്ട് എല്ലാ സ്റ്റേറ്റിലും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJPയുടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വളരെ വ്യക്തമായ നീക്കമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് മഹോത്സവമാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ നടന്നിട്ട് വളരെ കുറച്ച് ദിവസമല്ല, 5 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അത് വലിയ ഉത്സവമാണ്. ഓരോ സ്റ്റേറ്റിലും അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ജനങ്ങളിലൂടെ പരീക്ഷിക്കപ്പെടുന്ന ഒരു സമയമാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് കേന്ദ്ര ഭരണത്തിന് വേണ്ടി അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഈ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഒറ്റ പ്രചരണത്തിലൂടെ BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നും അതിലൂടെ രാജ്യത്താകമാനം രാഷ്ട്രീയ കുത്തക ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നും അതിലൂടെ രാജ്യം മൊത്തം അവരുടെ കീഴിലേക്ക്, ഒറ്റ കുടക്കീഴിലേക്ക് വരും എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ഇപ്പം നമുക്കറിയാം, കേരളത്തിലായാലും കർണാടകത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും ഈ സ്റ്റേറ്റുകളിലൊന്നും BJPക്ക് ആധിപത്യമില്ല. അതുപോലെ തന്നെ പഞ്ചാബിൽ ആധിപത്യമില്ല. അങ്ങനെ പിന്നെ ഇവിടെ ഹിമാചലിൽ ആധിപത്യമില്ല, പശ്ചിമ ബംഗാളിൽ ആധിപത്യമില്ല. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ BJPക്ക് ഇതുവരെ കടന്നു കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഒരു പുതിയ നിയമം നടപ്പിലാക്കുന്നതോടുകൂടി, ഈ പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം കൂടുന്നതോടുകൂടി തീർച്ചയായും രാജ്യത്തിലും നിരവധി BJP MPമാർ നിറയുന്നൊരു കാഴ്ച വരും. തീർച്ചയായും അതോടുകൂടി മറ്റ് കക്ഷികൾക്കൊന്നും ഒരിക്കൽ പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലേക്ക് രാജ്യഭരണം BJPയുടെ കൈകളിലേക്ക് സുരക്ഷിതമാവും എന്നാണ് BJP കരുതിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വളരെ വ്യക്തമായ ഒരു പ്ലാനാണ് ഇപ്പം നടപ്പിലാക്കുന്നത്. ഇത് രാജ്യത്താകമാനം വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് നമ്മൾ കാണണം. കാരണം തമിഴ്നാട് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അതിശക്തമായ പ്രതിരോധമുണ്ടാകുമെന്നും വലിയ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്നും അത് സ്റ്റേറ്റുകളുടെ തീർച്ചയായും തമിഴ്നാട് എല്ലാ കാലത്തും അതിശക്തമായ നിലപാടാണ്. കാരണം സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ ടൈമാണ്. ഈ ഇലക്ഷൻ ടൈമിൽ BJP അവിടെ ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ വരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഈ വിഷയം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഇനി ഇലക്ഷൻ നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാളിലും ഇത് വലിയ രീതിയിൽ തിരിച്ചടിക്കും, BJPക്ക് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. പക്ഷേ അവർ ലക്ഷ്യമിടുന്നത് ഈ നിയമനിർമ്മാണത്തിലൂടെ, നേരത്തെ ജനാധിപത്യത്തിലൂടെ കൈയടക്കാൻ വേണ്ടി, സ്റ്റേറ്റുകളെ കീഴടക്കാൻ വേണ്ടി ശ്രമം നടത്തി. പക്ഷേ അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് കുരുക്കിട്ടിട്ട് അതിലൂടെ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തമിഴ്നാടിനും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും വലിയ തിരിച്ചടിയാവുന്ന ഈ നീക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം വരും ദിവസങ്ങളിൽ രാജ്യത്തുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഈ വനിതാ ബില്ലിന്റെ പേരിലാണ് ഇവർ ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ വനിതകൾ, ഇപ്പൊ പറഞ്ഞത് എന്താണ്, വനിതകൾക്കുള്ള സംവരണ സീറ്റുകൾ ഓരോ 5 വർഷവും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ അവർക്ക് കൊടുക്കാനുള്ള സീറ്റ് എന്ന വ്യാജേന എത്ര സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് വനിതകൾക്ക് വേണ്ടി വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ഇതിലാണ് അവർ ഇതിനെ ഇനി അപ്പം 543 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ ഒരു നമ്പറാണ്. അവിടെ ഇനി പുരുഷന്മാർ മാത്രം മത്സരിക്കും. ഇനി വർദ്ധിപ്പിക്കുന്ന സീറ്റുകളിലായിരിക്കും സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നൽകുക എന്നും അത് ഓരോ തവണയും മാറ്റിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ആർക്കും രാഷ്ട്രീയപരമായിട്ട് അവിടെ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ BJP അതിനെ മണ്ഡല പുനർനിർമ്മാണവും ആ രീതിയിലായിരിക്കും എന്ന് കൂടി കാണാം. അതിർത്തി നിശ്ചയിക്കുന്നത് ആ സർക്കാർ ആയിരിക്കുമല്ലോ. തീർച്ചയായും സുപ്രീം കോടതിയുടെ കൂടി മേൽനോട്ടത്തിലായിരിക്കും ഈ നിയമനിർമ്മാണം നടപ്പിലാക്കുക എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതും മറ്റൊരിതാണ്. കാരണം സുപ്രീം കോടതിയുടെ കൂടി തീരുമാനപ്രകാരമാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നും അത് പിന്നീട് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു നിയമനിർമ്മാണം ആയിരിക്കും എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭരണഘടന മാറ്റുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഒന്നും വേണ്ട. ഇപ്പം പിന്നെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതോടുകൂടി സംഭവിക്കാം, 850 വർദ്ധിപ്പിക്കുന്നതോടുകൂടി മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ എന്നുള്ള പേര് പൂർണ്ണമായും മാറ്റുകയും ഭാരതം എന്നുള്ള പേരിലേക്ക് മാറുകയും ചെയ്യും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതോടുകൂടി ഈ എല്ലാ തരത്തിലും, അതായത് സാംസ്കാരികമായും ചരിത്രപരമായും ഒക്കെ ഇന്ത്യ എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതിനെയൊക്കെ മാറ്റി BJP വിഭാവനം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ വിഭാവനം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റും എന്നുള്ളത് തന്നെ നമ്മളിൽ കാണേണ്ടതുള്ളത്. ഇനി അങ്ങോട്ട് ഒരു BJP ഭരണം മാത്രം ഇന്ത്യയിൽ പ്രതീക്ഷിച്ചാൽ മതി. അത് അവർ പറയുന്നത് ഒറ്റ ഇന്ത്യ ഒറ്റ ഇലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്?
ഒറ്റ ഇന്ത്യ ഒറ്റ ഭരണം എന്ന് പറയുന്നതിന് പകരമായി പറയുന്നതാണ്. അത് തീർച്ചയായും അതിലേക്കുള്ള യാത്രയാണ് ഈ ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത ഇലക്ഷനോട് കൂടിയാണ് 850 സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത തവണ വരാൻ പോകുന്നത്. അതിലൂടെ ലക്ഷ്യമിടുന്നത് നെക്സ്റ്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യയിൽ ഒരിക്കൽ പോലും തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് സ്ഥിതിഗതികൾ മാറും, ഏകാധിപത്യം മാത്രമായി മാറും എന്നാണ് നമ്മളിൽ കാണേണ്ടത്. നല്ല രീതിയിൽ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യ. അല്ല, അത് അവർക്കാണ് തിരിച്ചടി കിട്ടുന്നത്. ഹിന്ദി ബെൽറ്റിലാണ് ഈ അതെ, അവർക്കാണ് തിരിച്ചടി കിട്ടാൻ പോകുന്നത്. ജനസംഖ്യ കുറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെ ഇനി ഫണ്ടുകൾ, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ നമുക്ക് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല. റേഷനിങ്ങിലും വ്യത്യാസം വരും. എല്ലാ തരത്തിലും കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പകുതിയായി ചുരുങ്ങും. അങ്ങനെ വലിയ തിരിച്ചടിയാണ്. ഇപ്പൊ കേരളത്തിൽ ജനസംഖ്യാനുപാതികമായ ഒരു പുനഃസംഘടന നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള 20 സീറ്റിൽ നിന്ന് ചിലപ്പോൾ അത് 16 വരെ ആകാൻ ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലേക്ക് പോയില്ലെങ്കിൽ പോലും നിലവിൽ ഒരു സീറ്റ് പോലും വർദ്ധിക്കാനുള്ള സാഹചര്യം കേരളത്തിലില്ല, തമിഴ്നാട്ടിലില്ല, കർണാടകത്തിലില്ല, തെലങ്കാനയിലില്ല. ഇത് BJPക്ക് ഒരിക്കലും കയറി ചെല്ലാൻ പറ്റാത്ത വാലികേര മലയാണ്. ഇപ്പൊ കർണാടകത്തിൽ അവർക്ക് കുറച്ചും കൂടി നേരത്തെ തന്നെ സ്വാധീനമുണ്ട് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. തമിഴ്നാട്ടിലും അവർക്ക് ഇപ്പം ദ്രാവിഡ രാഷ്ട്രീയം ഏറ്റവും ശക്തമായിരിക്കുന്ന സ്ഥലത്ത് അവർക്ക് ഒറ്റയ്ക്ക് ഭരണത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് AIADMK-നൊക്കെ അവർ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ ഏതെങ്കിലും രീതിയിൽ സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉള്ള സാധ്യതകൾ ആരായുന്നത്. തെലങ്കാനയിൽ അവർ വലിയ ശ്രമം നടത്തിയെങ്കിൽ പോലും അവർക്ക് അവിടെ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം സംസ്ഥാനങ്ങൾ, ദക്ഷിണേന്ത്യയിലെ ഇത്തരം സംസ്ഥാനങ്ങളിൽ ഒരു രക്ഷയുമില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ മറ്റൊരു നിയമവുമായി വരുന്നത് നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇത് അപകടകരമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏൽക്കുന്ന വലിയ അപകടകരമായ ഒരു നീക്കമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. പേരിന് മാത്രം ഇലക്ഷൻ നടക്കുകയും എല്ലാ കാലത്തും ഒറ്റ പാർട്ടി തന്നെ ഭരിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ഒരു രാഷ്ട്രീയ സംസ്കാരം രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള BJPയുടെ ഈ ശ്രമത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി എതിർക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്.